മലപ്പുറത്ത് മരിച്ച നിപ്പ സമ്പർക്ക പട്ടികയിലുള്ള 78 വയസ്സുകാരിയുടെ പ്രാഥമിക പരിശോധനാ ഫലം നെഗറ്റീവെന്ന് മന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്ത് നിപ്പ സമ്പർക്ക പട്ടികയിൽ ആകെ 498 പേരാണുള്ളത്. സംസ്ഥാനത്ത് ആകെ 29 പേർ ഹൈയസ്റ്റ് റിസ്കിലും 116 പേർ ഹൈ റിസ്ക് വിഭാഗത്തിലും നിരീക്ഷണത്തിലാണ്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. അലക്സ്, അങ്ങനെ 78 വയസ്സുകാരിയുടെ പ്രാഥമിക പരിശോധനാ ഫലം നെഗറ്റീവ് എന്ന് ഇപ്പോൾ മന്ത്രി അറിയിക്കുന്നുണ്ട്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് മന്ത്രി പറഞ്ഞത്? വിവരങ്ങൾ എങ്ങനെയാണ്? പ്രവിധ, നിപ്പയിൽ ഒരാശങ്കയൊഴിയുകയാണ്. നേരത്തെ മലപ്പുറത്ത് മരിച്ചയാളുടെ സമ്പർക്ക പട്ടികയിലുള്ള 78 വയസ്സുകാരിയാണ് മരിച്ചത്. അത് അവർക്ക് നിപ്പ സംശയിച്ചിരുന്നു. അവരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി മാറിയിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ അറിയിക്കുന്നുണ്ട്. നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ എണ്ണം അതുകൂടി വിപുലീകരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 498 പേർ സംസ്ഥാനത്ത് ഈ 3 ജില്ലകളിലായി, എറണാകുളം കൂടിയുണ്ട്. എറണാകുളത്ത് കൂടി ഈ നിരീക്ഷണത്തിൽ തുടരുന്ന ആളുകളുണ്ട്. 498 പേർ അത്തരത്തിൽ സമ്പർക്ക പട്ടികയിൽ ഉള്ളതായി ആരോഗ്യവകുപ്പ് മന്ത്രി വ്യക്തമാക്കുന്നു. മലപ്പുറം ജില്ലയിൽ 203 പേരും, കോഴിക്കോട് 116 പേരും, പാലക്കാട് 177 പേരും, എറണാകുളത്ത് 2 പേരുമാണ് ഈ സമ്പർക്ക പട്ടികയിലുള്ളത്. മലപ്പുറത്ത് 111 പേർ ചികിത്സയിലുള്ളതായി വകുപ്പ് വ്യക്തമാക്കുന്നു. 2 പേർ ICUവിൽ ചികിത്സയിലുണ്ട്. മലപ്പുറത്ത് ഇതുവരെ 46 സാമ്പിളുകൾ പരിശോധിച്ചതിൽ അത് നെഗറ്റീവായിട്ടുണ്ടെന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് മന്ത്രി അറിയിക്കുന്നത്. പാലക്കാട് 3 പേർ ഇപ്പോഴും ഐസൊലേഷനിൽ ചികിത്സയിലാണ്. പാലക്കാട് ജില്ലയിൽ 5 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായിട്ടുണ്ട്. 2 പേരെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്താകെ 29 പേർ ഹയസ്റ്റ് റിസ്കിലും 116 പേർ ഹൈ റിസ്ക് വിഭാഗത്തിലും നിരീക്ഷണത്തിൽ കഴിയുന്നുവെന്ന് മന്ത്രി പറയുന്നു. നിപ്പ സ്ഥിരീകരിച്ച നേരത്തെ കോഴിക്കോട് ആശുപത്രിയിലേക്ക് എത്തിയ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിയ രോഗി ഇപ്പോഴും ICUവിൽ ചികിത്സയിലാണെന്ന് വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. സെപ്റ്റംബർ മാസം വരെ നിപ്പ കലണ്ടർ പ്രകാരമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി തുടരാൻ നിർദ്ദേശം നൽകിയതായും ആരോഗ്യവകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രവിധ, അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്ത് മരിച്ച നിപ്പ സമ്പർക്ക പട്ടികയിലുള്ള 78 വയസ്സുകാരിയുടെ പ്രാഥമിക പരിശോധനാ ഫലം നെഗറ്റീവെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചുവെന്നുള്ള വിവരമാണ് അലക്സ് നൽകിയത്.